എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ നാരങ്ങ, മാങ്ങ ഇതൊക്കെയാണ് അച്ചാറിടാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് കുറേ പച്ചക്കറികൾ ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് കോളിഫ്ലവർ ആണ്. അത് ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അത് ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. പിന്നെ എടുത്തത് കുറച്ച് ബീൻസാണ്. ഇത് മൂന്നും ഒരേ അളവിലാണ് ഞാൻ എടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അത് രണ്ടും നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. ഒരു 1.5 നാരങ്ങ, അതായത് ഒരു നാരങ്ങ മുഴുവനായിട്ടും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കഷ്ണങ്ങളാക്കിയതാണ്. ഇനി ഇതെല്ലാം നമ്മൾ നാരങ്ങ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിളും നമ്മൾ നന്നായിട്ട് വെള്ളം കളയണം. ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ ഇതേപോലെ ഒപ്പിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതാണ്. തീരെ വെള്ളം നിൽക്കാൻ പാടില്ല. നമ്മൾ അച്ചാർ കേട് വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തു. അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നാരങ്ങ നമ്മൾ കഴുകി അരിയുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ വെള്ളം ഇല്ലാതെ തുടച്ചെടുക്കണം. ഇനി നമ്മൾ ഡ്രൈ ആക്കി വെച്ച വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പല വെജിറ്റബിളും ചേർക്കാം. പപ്പായ ചേർക്കാം, കുക്കുംബർ ചേർക്കാം, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്, മുള്ളങ്കി അതൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കറക്റ്റ് അളവൊന്നും ഇതിൽ പറയുന്നില്ല, കാരണം നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ഉപ്പായാലത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അധികം വേണ്ട, വളരെ കുറച്ച് മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായം പൊടിയാണ്. അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഉലുവയാണ്. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ഉലുവയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എണ്ണയാണ്. നല്ല എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് നല്ലത്. അതുപോലെ തന്നെ വിനീഗറും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കേട് വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നല്ലത്. അതിലേക്ക് അച്ചാർ നിറച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അച്ചാർ കേട് വരാതെ പൂപ്പലൊന്നും വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അച്ചാറല്ല, കുറച്ച് ദിവസം വെക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് പച്ചക്കറികളിലൊക്കെ മസാല പിടിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.